നമസ്കാരം. നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകളെല്ലാം ഒരുപാട് പേര് കാണുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വാർത്തകളുടെ കീഴെ ഈ കാണുന്നവരും കേൾക്കുന്നവരും വായിക്കുന്നവരുമൊക്കെ കമൻ്റ് ഇടാറുണ്ട്. ആ കമൻ്റ് പലതും നമ്മൾ കാണുമ്പോൾ ജനങ്ങൾ ഈ വായിക്കുന്നവർക്ക് എത്രമാത്രം കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഗോവ ഗവർണറുടെ വാഹനത്തിലേക്ക് CPM നേതാവിൻ്റെ കാറ് വന്ന് കയറിയത്. ആ വാർത്തകളും അതിൻ്റെ സോഷ്യൽ മീഡിയ വീഡിയോകളും വരുമ്പോൾ അതിൻ്റെ താഴെ ഞാൻ കമൻറ്റുകളൊന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചു. സത്യത്തിൽ ആ കമൻറ്റുകളിൽ പറയുന്നത് കേട്ടാൽ CPM എന്ന് പറയുന്ന ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ, ആത്മാഭിമാനമുള്ള പാർട്ടി പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവർ പോയി ആത്മഹത്യ ചെയ്യണം. ആ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും അധികം ഈ ഏത് തെമ്മാടിത്തരം കാണിച്ചാലും കൂടെ നിൽക്കാൻ ഒരു പാർട്ടി എന്നത് രാജ്യത്തിൻ്റെ ശാപമാണ്, കേരളത്തിൻ്റെ ശാപമാണ്. ഈ പാർട്ടിയെ തീറ്റിപ്പോറ്റിയ കേരളീയർ ഇനി നാളെ പിഴ മൂളേണ്ടി വരും. ഈ പാർട്ടിയാണ് കേരളത്തിൻ്റെ തകർച്ചയ്ക്കു കാരണം. ഇവന്മാരാണ് ഈ കേരളത്തിനെ ഇങ്ങനെ ഈ തരത്തിലാക്കിയത്. ഈ കുട്ടികളെ, നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും വിദേശത്തേക്ക് അടിച്ചോട്ടിച്ചതും ഇവന്മാരാണ്. 15 വർഷം മുമ്പ് തന്നെ ഈ സ്വകാര്യ സർവകലാശാലകൾ വരേണ്ടിയിടത്ത് ഇവർ അന്ന് സമരം ചെയ്തു. അന്ന് പറഞ്ഞവനെ തല്ലി. ഇവനൊക്കെ എത്ര വിവരമുണ്ട്? ഇങ്ങനെ തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും കാണുമ്പോൾ ജനങ്ങൾ എത്രമാത്രം ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ് നയിക്കുന്ന പ്രസ്ഥാനത്തെയും വെറുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന് വാർത്ത എന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചിട്ട് ഈ നമ്മുടെ മുഹമ്മദ് റിയാസിനെ എതിരെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതായത് കടകംപള്ളി സുരേന്ദ്രന് എതിരായിട്ട് മുഹമ്മദ് റിയാസിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതും അതിനെ സെക്രട്ടേറിയറ്റിനകത്ത് വിമർശിക്കുകയും മുഹമ്മദ് റിയാസിനെ കൂടുതൽ ജാഗ്രത വേണമായിരുന്നു താങ്കൾ ഒരു മറുപടി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അവരോട് പ്രസംഗിക്കുമ്പോൾ അത് CPMനകത്തു തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന തരത്തിലായിപ്പോയി മന്ത്രിയായ മുഹമ്മദ് റിയാസ് സംസാരിച്ചത്. അതുകൊണ്ട് അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകളുടെ വാർത്ത വന്നപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ച മറ്റൊന്ന്. ഇങ്ങനെ ഒരു വാർത്തയൊന്നും ഉണ്ടാകില്ല, അങ്ങനെ സെക്രട്ടേറിയറ്റിനകത്ത് മുഹമ്മദ് റിയാസിനെ സംസാരിച്ചിരിക്കില്ല, ചുമ്മായാണ് ഈ വാർത്ത. ഒരിക്കലും സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് പിണറായി വിജയൻ്റെ മരുമകനായ രാജകുമാരനായ മുഹമ്മദ് റിയാസിന് എതിരെ ആരും സംസാരിച്ചു കാണില്ല. അത് ഈ വാർത്ത ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം മുഹമ്മദ് റിയാസിനെതിരെ തുറക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും നട്ടലുറപ്പുമുള്ള ഒരുത്തനും CPMൻ്റെ സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കള്ളമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് CPM സെക്രട്ടേറിയറ്റ് നേതാക്കന്മാരെ മുഴുവനും ജനങ്ങൾ എങ്ങനെ വിലയിരുത്തിയിരിക്കുന്നു എന്നാണ്. അവരെല്ലാം നട്ടലുറപ്പില്ലാത്തവന്മാരാണ്, തലച്ചോറില്ലാത്തവന്മാരാണ്, അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവന്മാരാണ്, പിണറായി വിജയൻ്റെ മരുമകനെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാത്തവരാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതാണ് ആ കമൻറ്റിൽ കാണുന്നത്. പിന്നെ ഒന്ന് പറയുന്നത്, കടകംപള്ളി അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടകംപള്ളിക്ക് G സുധാകരൻ്റെ അനുഭവമായിരിക്കും ഉണ്ടാകുക എന്നും കമൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോഴും ജനങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ചലനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു, അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യമാക്കാൻ. എന്തായാലും ഈ കമൻറ്റുകൾ പലതും വായിക്കുമ്പോൾ ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെയും ഈ ഗവൺമെൻറ്റിനെയും എങ്ങനെ വിലമതിച്ചിരിക്കുന്നു, എങ്ങനെ വിലയിരുത്തുന്നു വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.